അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉമ്മയിപ്പം വന്നപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. അതിന് മുന്നേ ആയിട്ട് ഞാനൊരു അനൗൺസ്മെന്റ് തരാനും കൂടെയാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 23 നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങോട്ടാന്നുള്ളതല്ലേ? തായ്ലാൻഡിലേക്കാണ്. അത് മിലാൻ ഹോളിഡേയ്സിന്റെ കൂടെയാണ് പോണത്. നമ്മൾ മുന്നേ കാശ്മീരിലേക്ക് പോയതും മിലാൻ ഹോളിഡേയ്സിന്റെ കൂടെയായിരുന്നു. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇത്തവണത്തെ ട്രിപ്പും അവരുടെ കൂടെ തന്നെയാണ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇതിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഫാമിലി ആൻഡ് ലേഡീസ്. അപ്പൊ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രിപ്പ് ഇത്രയും നേരത്തെ അനൗൺസ് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഒന്നുമല്ല, ഇവർ നമുക്കൊരു EMI ഫെസിലിറ്റി തരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ട്രിപ്പിന്റെ എമൗണ്ട് മൊത്തത്തിൽ ഒരു തവണയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പല തവണകളായിട്ട്, അതായത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് അത്രയും ഒരു ബേർഡൻ ഉണ്ടാവുമല്ലോ. ചിലർക്ക് ഇങ്ങനെ ഒറ്റ തവണയിൽ കൊടുക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അത്രയും ഒരു ബുദ്ധിമുട്ട് തോന്നുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അനൗൺസ്മെന്റ് ഇത്രയും നേരത്തെ ആക്കിയിട്ടുള്ളത്. അപ്പം ഏപ്രിൽ 23 അപ്പം നമ്മൾ കഴിഞ്ഞ തവണ കാശ്മീർ പോയ സമയത്ത് കൊറോണ ആയിട്ട് കുറെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്കൊന്നും അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇത്തവണ നമുക്ക് ഒരുപാട് പേരെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് ഈ ഒരു ട്രിപ്പ് അടിപൊളിയാക്കണം. അപ്പൊ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം. കാരണം ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ്സിൽ പിൻ ചെയ്തും വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഉമ്മയിപ്പം വന്ന വിശേഷങ്ങളാണ്. നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഉമ്മയിപ്പം വന്നോ എന്നൊക്കെ മെസ്സേജ് ചെയ്തൊക്കെ ചോദിക്കലുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു വിശേഷങ്ങളിൽ കൂടെ കണ്ടിട്ട് വാട്ടോ. ബൈ. ഉമ്മയിപ്പം വരുന്നതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തലേ ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ ഒരു ഔഷധക്കഞ്ഞിയുടെ കിറ്റ് ഉണ്ടായിരുന്നു. മഹർ ആയുർവേദിക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറേ ആയി കിട്ടിയിട്ട് നമ്മളവിടെ പോയ സമയത്ത് തന്നതായിരുന്നു. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കിറ്റിലുള്ള സാധനങ്ങളാണതൊക്കെ. അപ്പോൾ അതിൻ്റെ കുക്കിംഗ് മെത്തേഡും കാര്യങ്ങളൊക്കെ ആ ഒരു പാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നവരയരിയാണ് കേട്ടോ. നവരയരി കഴുകിയിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പം ഓരോന്നിൻ്റെ വേവിനനുസരിച്ച് ഓരോന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനിടയിൽ ഇതാ പിറ്റേ ദിവസത്തേക്കുള്ള ബീഫും ചിക്കനൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പം ഉമ്മയിപ്പം വരുന്ന ദിവസം നമ്മൾ ബീഫും അതുപോലെ തന്നെ മോരുകറി, സാധാരണ ചോറ് അതൊക്കെയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പം അതിനിടയിൽ നമ്മളുടെ നവരയരി കുറച്ചൊന്ന് വേവായി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് നുറുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ, നുറുക്ക് ഗോതമ്പ് കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഔഷധക്കഞ്ഞിയിലേക്ക് ചെറുപയർ അതാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. പിന്നെ അതിലേക്ക് ചെറിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു കിറ്റിലുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴുകിയിട്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള നവരയരിയും അതുപോലെ നുറുക്ക് ഗോതമ്പും ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് അതിലേക്ക് ഈ ഒരു പൊടിമരുന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതൊക്കെ കിറ്റിലുള്ള തന്നെയാണ്. അപ്പം അത് ചേർത്തിട്ട് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള കഞ്ഞിയാണ് ഇട്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്നും കൂടെ വെന്ത് വരാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ. എന്നാൽ പിന്നെ കഞ്ഞി നല്ല വേവായിക്കോളുമല്ലോ വിചാരിച്ചു. അപ്പം അതിനിടയിൽ ബീഫിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ബീഫിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് തവണ കാണിച്ചതാണ്. അപ്പോൾ ഇത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ഈ ഒരു മസാലയും ചേർത്തിട്ട്. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കും വേണം, കുറച്ചൊരു ഗ്രേവി ടൈപ്പ് ആയിട്ട് അങ്ങനെ ആക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം തലേ ദിവസം തന്നെ റെഡിയാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉമ്മാനെയും ഉപ്പാനെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. രാവിലെ 7:30 അവർ എയർപോർട്ടിൽ ഇറങ്ങുന്നത്. ഇനി ഒരു ബാർലി പായസം ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ബാർലി നല്ലോണം കഴുകിയിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇതിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ടേബിൾ ഷീറ്റൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോയി. ഈ ഇടയിലുള്ള ഈ ഒരു വൈറ്റ് ഷീറ്റൊക്കെ കീറിയിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് അത് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കണതാണ്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും വരുമ്പോഴാണല്ലോ പിന്നെ പെട്ടെന്ന് അതൊക്കെ ഒന്ന് ചെയ്യാൻ തോന്നുക. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് മാറ്റി ടേബിളൊക്കെ നല്ലോണം ഒന്ന് തുടച്ചിട്ട് ഇപ്പോൾ പ്ലെയിൻ ഷീറ്റ് തന്നെയാണ് ഇതിൻ്റെ മുകളിൽ വിരിക്കണേ ഉള്ളൂ. പിന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് എടുത്തു.
അപ്പോഴേക്കും ഇതാ നമ്മളുടെ ഔഷധക്കഞ്ഞി നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റിയാണ്, അതേസമയം തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമ്മളുടെ ബാർലി വെന്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദിവസം അത് ഫ്രൈ ചെയ്യും, അതുപോലെ തന്നെ കറിയാക്കിയൊക്കെ എടുത്താൽ മതി. ഇനി നെക്സ്റ്റ് രാവിലത്തേക്കുള്ള ചിക്കൻ കറി റെഡിയാക്കാനുണ്ട്. അപ്പോൾ രാവിലെ പുട്ടും അതുപോലെ തന്നെ കുറച്ച് പൊറോട്ട വാങ്ങിക്കുകയും ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ കറിയിലേക്കുള്ള ചിക്കനൊക്കെ വേഗത്തിൽ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ള ഒരു പണിയേ ഉണ്ടാവുള്ളൂ രാവിലെ. അപ്പം അതും അങ്ങനെ വേഗത്തിൽ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം എയർപോർട്ട് പോകുന്നത് കൂടാതെ കുട്ടികൾക്ക് സ്കൂളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് കട്ടാക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അവരെ 7:30 ആകുമ്പോൾ സ്കൂളിൽ വിട്ടിട്ട് വേണം നമുക്ക് എയർപോർട്ടിൽ പോകാൻ. അപ്പോൾ ഞങ്ങൾ രാവിലത്തേക്കുള്ള പുട്ടിനുള്ള പൊടിയൊക്കെ വാട്ടി വെക്കുന്നുണ്ട്. പുട്ടിനുള്ള പൊടി ഇതുപോലെ വാട്ടി വെച്ചതിന് ശേഷം പിന്നെ പുറത്ത് തന്നെയാണ് കേട്ടോ വെച്ചത്, ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. രാത്രിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ അതാ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് രാത്രി തന്നെ ഒക്കെ സെറ്റാക്കി വെക്കുകയാണ്. ഷെയ്ദ് അവിടെ അകത്തൊക്കെ അടിച്ചു വാരിയൊക്കെ ഇടുന്നുണ്ട്. എന്നാൽ പിന്നെ രാവിലെ നമുക്ക് അതൊന്നും നോക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കുട്ടികളൊക്കെ കടന്നതിന് ശേഷം ഞങ്ങൾ ഫുൾ ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇതാണ് കേട്ടോ ഉമ്മിപ്പൊക്കെ വരുന്നത്. ഞങ്ങള് പറ്റുകയാണെങ്കിൽ ഞങ്ങളും കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് എയർപോർട്ട് പോകണം വിചാരിക്കുന്നുണ്ട്. ഞാനും ശരി പെട്ടെന്ന് തന്നെ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ കുറച്ചൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പോവാണ്. അപ്പൊ നമുക്കിനി ഒരു വരുന്ന വിശേഷങ്ങളൊക്കെ കാണാല്ലേ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാ പണികളും തീർക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പുട്ടും പിന്നെ കുറച്ച് പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് നേരത്തെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മളുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം നമ്മൾ തലേദിവസം രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ലഞ്ചിന് നമ്മൾ ഈ ഒരു കായ വെച്ചിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഇത് ഷെയ്നെ കൊണ്ട് ഷെസിന് മെസ്സിൻ്റെ ഫോട്ടോ കട്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അവന് മെസ്സി ഫാനാണ് കേട്ടോ. ഹസ്കർക്ക് രാവിലെ തന്നെ പൊറോട്ട വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് ലഞ്ചിനുള്ള മോരുകറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതാ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സൊക്കെ വേഗത്തിൽ റെഡിയാക്കട്ടെ. അപ്പോൾ അവരുടെ ബസ് ഇപ്പോൾ വരും. അങ്ങനെ കുട്ടികളുടെ സ്കൂൾ ബസ്സൊക്കെ വരുന്നതിൻ്റെ മുന്നേ തന്നെ അസ്കർക്ക എയർപോർട്ടിൽ പോയിട്ടോ. കാരണം അവർ അവിടെ ഉമ്മയൊക്കെ അവിടെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗത്തിൽ പിന്നെ അസ്കർക്ക ഞങ്ങളെന്ന് വെയിറ്റ് ചെയ്യാതെ പിന്നെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ബാർലി നമ്മൾ തലേദിവസം വേവിച്ച് വെച്ചതായിരുന്നു. അതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അതിന് ശേഷം പിന്നെ ഒരു പാക്ക് പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഏലക്കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ചെറിയ ജീരകപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ ഇതാ ഉമ്മയൊക്കെ എത്തി. ഇത്താത്തല്ലോ മുന്നത്താത്ത അവരും എല്ലാവരും കൂടെ ഒരുമിച്ചാണല്ലോ ദമ്മാമിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെല്ലാവരുമാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ. പിന്നെ അവർക്കുള്ള ചായയൊക്കെ വേഗത്തിൽ കൊടുക്കട്ടെ. അതിനിടയിൽ ബീഫ് ഇതാ ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ താത്തയും മനുവൊക്കെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവർ അവിടെ ലഗേജൊക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെ ലഞ്ച് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. ഈ പിള്ളേർ വരട്ടെ ഇതൊക്കെ തീക്ക് നമുക്കുള്ളതിനാണ്. പിള്ളേർ വരട്ടെ. ഉമ്മ ഇങ്ങനെ അവിടുത്തെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉമ്മ പറയുന്നത് ദമാമ പോയപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമ്മളുടെ വ്യൂവേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാട്ടോ പറയുന്നത്. പിന്നെ ഇങ്ങോട്ടാക്കും അങ്ങനെ വന്ന് കണ്ട് ചോദിച്ചു പറഞ്ഞു സലാം തന്ന് എല്ലാ സ്ഥലത്തും ഒടുക്ക് ലാസ്റ്റ് മീൻ മാർക്കറ്റ് പോയതാ. മീൻ മാർക്കറ്റ് പോയിക്ക് ഞാനേ മീൻപാടെ കേട്ടോ. നമ്മളുടെ ബാർലി പായസത്തിലേക്ക് കുറച്ച് ചെറിയ ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് നെയ്യിൽ കാഷ്യൂവും കൂടെ മൂപ്പിച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ബാർലി പായസം റെഡിയായി. അപ്പോൾ ഇതാ ലഞ്ചിനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് കഴിഞ്ഞപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ഉച്ചമയക്കൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികൾ വരാനായപ്പോൾ ഇതാ ഇപ്പോൾ ഇവിടെ പെട്ടിയൊക്കെ തുറന്നിട്ട് കുട്ടികൾക്കുള്ള ടോയ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അതാ വന്നു ഷെൻസ് ഉറങ്ങിയടാ. ഉറങ്ങി ഓനവിടെ കടന്ന് കൊറേ കാത്ത് കടന്നുറങ്ങി. ഷെൻസ് ഉറങ്ങി. ആ പെട്ടിക്ക് ഒരു വിശ്വാസം മിസ്സായിരിക്കും. നോക്കട്ടെ എന്റെ ട്രോഫി. ഇത് ഷെയ്ൻ്റെ മോൻ നാവിദിന് അത്ലറ്റിക് മീറ്റിൽ സഹോദയ മീറ്റിൽ പ്രൈസ് കിട്ടിയതായിരുന്നു കേട്ടോ. മെഡലും
എടാ അവന് കൊറേ ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്കന്നൊരു ഇനോഗ്രേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പ്രോഗ്രാമിന് പോകണം. അങ്ങനെ പെട്ടി തുറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇനോഗ്രേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മലപ്പുറത്തുള്ള ക്ലബ് ഡെയിൻ സലൂണിൻ്റെ ഇനോഗ്രേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ അവിടെ പോയപ്പോൾ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മലപ്പുറം AUP സ്കൂളിൻ്റെ അവിടെ ആയിട്ടാണ് ഈ ഒരു ക്ലബ് ഡെയിൻ സലൂൺ വരുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇവരൊക്കെ ആ ഒരു ഇനോഗ്രേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഇത് സീക്രട്ട് ഏജൻറ്റിൻ്റെ, അതായത് സായി കൃഷ്ണൻ്റെ അമ്മയാണ് കേട്ടോ. ഞങ്ങൾ പഴയ നൈബേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാണ് ഇപ്പോൾ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലബ് ഡെയിൻ സലൂണിനെ കുറിച്ച്. നല്ലൊരു ഫാമിലി സലൂണാണ്, നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അന്നത്തെ ഇനോഗ്രേഷൻ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അന്ന് അവിടെ വന്നിട്ടുള്ള ഗസ്റ്റുകൾക്കൊക്കെ ഗലീഷ്യയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫുഡ്. നമ്മൾ ഫുഡ് കഴിക്കുന്നതാണ്. എങ്ങനെ വീഡിയോ കുളമാക്കാം നമ്മളിങ്ങനെ എല്ലാവരും മറ്റേ ആകാംക്ഷയോടെ ഇതാണ് ഫുട്ബോളിന്റെ ഹൈലൈറ്റ്. നമ്മൾ സെമി ഫൈനൽ വരെ ഇറക്കിയാണ് സോക്കർ ചിക്കൻ. അപ്പോൾ അന്നങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ പിരിയാണ് ചെയ്തത്. ഇത്രയൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ വീഡിയോയുടെ ഫസ്റ്റിൽ പറഞ്ഞ തായ്ലാൻഡ് ട്രിപ്പിൻ്റെ കാര്യം ആരും മറക്കണ്ട. പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ.